താങ്കൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഗ്രീൻ്റെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞാൽ വിശ്വസിക്കോ? ഹലോ, ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ പേര് അജയ്, കോഴിക്കോടാണ് സ്ഥലം. ഞാൻ മുമ്പ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു 16 വർഷം. 2016 ജൂണിൻ്റെ ശേഷം ഞാനൊരു ആൻട്രപ്രണറാണ്. കുറച്ച് കൃഷിയുണ്ട്. ആൻട്രപ്രണറായ കാലം മുതൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനൊരു സർട്ടിഫൈഡ് ഡിജിറ്റൽ മാർക്കറ്ററും കൂടിയാണ്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഒരു 5 വർഷം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഏകദേശം പകുതി വാല്യൂ പറയും. സാധാരണ ഡിഗ്രീൻ്റെ കാര്യം പിന്നെ പറയണോ? പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോഴും ഫൗണ്ടേഷണൽ ആസ്പെക്റ്റ് തന്നെയാണ്. ഡിസ്റപ്ഷൻ്റെ കാലമാണ് ഇപ്പം. AI ടെക്നോളജി, AI എന്താ നിങ്ങളുടെ ജോലി കൊണ്ടുപോവുക, അങ്ങനത്തെയൊക്കെ ചർച്ചകൾ നടക്കുന്ന സാധനമല്ലേ. പക്ഷേ അതിലൊരു സത്യാവസ്ഥയുണ്ട്. ഇപ്പം നമ്മൾ വണ്ടീൻ്റെ മിററിൽ നോക്കുമ്പം ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദി അപ്പിയർ എന്ന് എഴുതി കാണിക്കുന്നത്. അതുപോലെ ഈ ഡിസ്റപ്റ്റീവ് ടെക്നോളജീസ് ജോബ് സ്പേസിനെ എത്ര പെട്ടെന്ന് മാറ്റിമറിക്കുന്ന എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് മാർക്കറ്റിൽ റെലവൻ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എജൈൽ ആവണം, നമ്മുടെ പേസ് ഒന്ന് പിക്കപ്പ് ചെയ്യണം, പിന്നെ സ്മാർട്ടും ഫ്ലെക്സിബിൾ ആയിട്ടൊന്ന് ചിന്തിക്കണം. ഇന്നും പലർക്കും ഡിഗ്രി ഒരു ഫിനിഷ് ലൈനാണ്. ഒരു 3 വർഷത്തെ ക്യാമ്പസ് വൈബ്, അടിച്ചുപൊളി. ആ അടിച്ചുപൊളിക്ക് ശേഷം ഫ്യൂച്ചർ എന്തെന്നുള്ളത് ചിന്ത അപ്പോൾ തുടങ്ങും. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളിലും AI ആണ് പരമാവധി വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഗൂഗിളിലും മെറ്റയിലൊക്കെ എത്ര ശതമാനമാണ് കോഡ് AI തന്നെ എഴുതുന്നതെന്ന് നമ്മുടെ വാർത്തകൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ റിസഷൻ പ്രൂഫ് ആവാനൊരു സംവിധാനമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആരും അധികം സംസാരിക്കാത്തൊരു സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോൾ കുറച്ച് സ്മാർട്ടായിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെലവൻ്റായിട്ട് നിൽക്കാം. എല്ലാ കാലം റെലവൻ്റായിട്ട് നിൽക്കാനൊരു സർവൈവൽ കിറ്റ് കാണാം നമുക്ക്. അപ്പോൾ ആ സർവൈവൽ കിറ്റിലൊക്കെ എന്ത് കാണാം, എന്ത് ചെയ്യണം എന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം. സർവൈവൽ കിറ്റിൽ ആദ്യത്തേത് മൈക്രോ ക്രെഡൻഷ്യൽസ്. മൈക്രോ ക്രെഡൻഷ്യൽസ് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഷോർട്ട് ഫോക്കസ്ഡ് പ്രോഗ്രാംസ് ദറ്റ് ക്യാൻ ബി ഡൺ ക്വിക്ക്ലി വിച്ച് വിൽ ആഡ് എ സ്പെസിഫിക് സ്കിൽ. അതിന് വർഷങ്ങൾ ചിലവാക്കേണ്ട കാര്യമില്ല. ആഴ്ചകൾ കൊണ്ട് ഒരു സ്പെസിഫിക് സ്കിൽ എടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിന് SEO, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, അങ്ങനത്തെ സാധനങ്ങൾ യു ക്യാൻ കീപ് ആഡിങ് വൺ ഓൺ ടോപ്പ് ഓഫ് ദി അതർ. ഈ പറഞ്ഞതിൽ ഓരോന്നും ആഴ്ചകൾ കൊണ്ട് ഒരു ഫൗണ്ടേഷണൽ സ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എംപ്ലോയീസ് എന്തുകൊണ്ടാണ് ഈ മൈക്രോ ക്രെഡൻഷ്യൽസിനെ വാല്യൂ ചെയ്യുന്നത്? ഒന്ന്, നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളത് കാണിക്കാം. രണ്ടാമത്തത്, ഇറ്റ് ഷോസ് ദറ്റ് യു ഹാവ് ദ റൈറ്റ് സ്കിൽ ദറ്റ് ഈസ് നീഡഡ് ഇൻ ദ മാർക്കറ്റ് റൈറ്റ് നൗ. എംപ്ലോയീസ് എപ്പോഴും ആ സ്കില്ലുള്ള ആളെയാണ് ഹയർ ചെയ്യാൻ താല്പര്യപ്പെടുക. ആ സ്പെസിഫിക് സ്കില്ലില്ലാത്ത ആളെ ഹയർ ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കുന്നത് എംപ്ലോയേഴ്സിന് എപ്പോഴും കോസ്റ്റ് കൂടുതലാണ്. ഹയറിങ് തന്നെ ഒരു എക്സ്പെൻസീവ് പ്രൊപ്പോസിഷനാണ് ഒരു സ്ഥാപനത്തിനെ വെച്ച് നോക്കുമ്പോൾ. 2 ആളുകൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഒരാൾക്ക് സ്കില്ലുണ്ട്, വേറൊരാൾക്ക് സ്കില്ലില്ല. ഫ്രഷ് ഗ്രാജുവേറ്റ്സിൻ്റെ കേസ് എടുക്കുക. ഇപ്പോൾ ഒരാൾ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ അഡീഷണൽ സ്കിൽസ് ഒന്നുമില്ല. മൈക്രോ ക്രെഡൻഷ്യൽസൊക്കെ ഉള്ള വേറൊരാൾ വരികയാണെങ്കിൽ ആരെയായിരിക്കും എംപ്ലോയർ ചൂസ് ചെയ്യുക? ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. 2026 ആകുമ്പോഴത്തേക്ക് 807 ബില്യൺ ആണ് അതിൻ്റെ മാർക്കറ്റ് സൈസ് ദ വേൾഡ് ഓവർ. ഗൂഗിള്, മെറ്റ, പല സ്ഥലങ്ങളിൽ നിന്നും ഫ്രീ ആയിട്ട് സർട്ടിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. കണ്ടന്റ് ക്രിയേഷൻ, ഇതാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൺ ഓൺ ഇൻസ്റ്റാഗ്രാം പോലത്തെ പ്രോഗ്രാംസ് ഉണ്ട്, അതൊക്കെ ഫ്രീയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് താല്പര്യമുള്ള ആളാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്തോളൂ. ഐ എം ബിൽഡിങ് എ കമ്മ്യൂണിറ്റി അറൗണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കുറേ വാല്യൂ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. മൈക്രോ ക്രെഡൻഷ്യൽ സ്റ്റാക്കബിൾ ആണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. ഒരു ചെറിയ ഏരിയ ഫോക്കസ് ചെയ്യുക, അതിൻ്റെ മേലെ ബിൽഡ് ചെയ്ത് വേറൊന്ന്, അങ്ങനെയായിട്ട് ആഴ്ചകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സ്കിൽസാണ്. ഇവിടെ സർവൈവൽ കിറ്റിൻ്റെ വേറൊരു ഭാഗം ഓൺലൈൻ ഡിഗ്രികൾ. അക്രഡിറ്റഡ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓൺലൈൻ ഡിഗ്രികൾ ഈക്വലൻ്റ് ആണ് ഓൺ ക്യാമ്പസ് ഡിഗ്രി ആയിട്ട്. അതിൽ അക്രഡിറ്റഡ് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിനിപ്പോൾ ഗവൺമെൻറ് ജോലി ആയാലോ പ്രൈവറ്റ് ജോലി ആയാലോ എന്തായാലും ഒരു വ്യത്യാസമില്ല. ദേ ആർ കൺസിഡേർഡ് അറ്റ് പാർ വിത്ത് വാട്ട് യു ഗെറ്റ് ഓഫേർഡ് ഓൺ ക്യാമ്പസ്. ഓൺലൈൻ ഡിഗ്രി എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി. ഒരു ഓൺ ക്യാമ്പസ് ഇതിൽ എന്താ പറയുന്ന ഒരു സ്ട്രിക്റ്റ് റെജിമെൻറ്റിൽ പെടുന്നില്ല. നമുക്ക് വേണ്ടതായ ടൈമിംഗ് ചൂസ് ചെയ്ത് നമുക്ക് കോഴ്സ് വർക്കും ക്ലാസ്സസും ലൈവ് ക്ലാസ്സസ് ആണെങ്കിൽ അതും അറ്റൻഡ് ചെയ്യാം. ഒരു ആഴ്ചയിലൊരു 15 മുതൽ 20 മണിക്കൂർ മാറ്റി വയ്ക്കാൻ ഉണ്ടായാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ ഈ നേരത്തെ പറഞ്ഞ മൈക്രോ ക്രെഡൻഷ്യൽസ് ഇല്ല, അതും എടുക്കാം. അക്കാഡമിക് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വൈബ് നോക്കി വരുന്നതാണെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി ഫോർ വേസ്റ്റിംഗ് യുവർ ടൈം. എനിക്ക് ഓഫർ ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ബിൽഡ് എഡ്യൂക്കേഷൻ അറൗണ്ട് യുവർ ലൈഫ്.
നോട്ട് ദി അതർ വേ അറൗണ്ട്. നമ്മൾ മൈക്രോ ക്രെഡൻഷ്യൽസ് ഓൺ ചെയ്തു, ആ സ്കില്ല് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് ഇൻറ്റേൺഷിപ്സ്, പാർട്ട് ടൈം വർക്ക്, ഈവൻ ഫോർ ദാറ്റ് മാറ്റർ ഫുൾ ടൈം വർക്ക് എടുക്കാം. ഒരു ക്യാമ്പസ് ഡിഗ്രിയാണ് ചെയ്യുന്നത്, ഒരു ക്യാമ്പസാണ് റെഗുലർ ക്യാമ്പസിലാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും പോസിബിൾ അല്ല. ഒരു സ്റ്റേബിൾ ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു ലാപ്ടോപ്പും ഉണ്ടായാൽ മതി. ഒരു ക്യാമ്പസിൽ പോകേണ്ട, ഡെയിലി യാത്രേൻ്റെ ബുദ്ധിമുട്ടുകളില്ല. ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, പിന്നെ എക്സാംസ് ഒക്കെ നടന്നത് സൗകര്യപ്രദമായ സമയത്താണ് ഉണ്ടാകുന്നത്. ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അറ്റൻഡ് ചെയ്യാൻ പാകത്തിന് വൈകുന്നേരങ്ങളിലായിരിക്കും മിക്ക എക്സാംസും ഉണ്ടാവുക. ജസ്റ്റ് ഇമാജിൻ getting a degree from a reputed institution like SRM without having to move anywhere. അതാണ് ഓൺലൈൻ്റെ ബ്യൂട്ടി. ശകലം സ്മാർട്ടായിട്ട് ടൈം മാനേജ്മെൻറ്റ് പഠിച്ച് സ്വയം നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ ദിസ് ഇസ് എൻ എക്സലൻറ്റ് ഓപ്ഷൻ ഫോർ യു. എംപ്ലോയേഴ്സ് എപ്പോഴും നോക്കുന്നത് ഡെമോൺസ്ട്രബിൾ സ്കിൽസാണ്. ഇപ്പം താങ്കൾ ഓൺലൈൻ ഡിഗ്രി എടുത്തു, അതിൻ്റെ കൂടെ തന്നെ ഈ മൈക്രോ ക്രെഡൻഷ്യൽസ് ഏൺ ചെയ്തു. റെസ്യൂമെയിൽ ധൈര്യമായിട്ട് എഴുതാം ടൈം മാനേജ്മെൻറ്റ്, ഞാൻ ഇങ്ങനത്തെ ഓർഡർലി പേഴ്സണാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു എന്നുള്ളത് ആൾക്കാർക്ക് എന്താ പറയുന്നത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ യു ഹവ് ഓൾറെഡി ഡെമോൺസ്ട്രേറ്റഡ് ദോസ് തിങ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം, ഏൺ വൈൽ യു ലേൺ. ഓൺലൈൻ ഡിഗ്രി പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്പെസിഫിക് തൊഴിൽ മൈക്രോ ക്രെഡൻഷ്യൽസ് അത് പഠിച്ച് പാർട്ട് ടൈമോ ഫുൾ ടൈമോ ജോലിക്ക് കയറാം. ഒരു റെഗുലർ ക്യാമ്പസിന് ഇത് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പം, ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ഫോർ ദാറ്റ് മാറ്റർ, തിയറിക്ക് ഉപരി വർക്ക് എക്സ്പീരിയൻസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, 2 കാൻഡിഡേറ്റ്സ്, ഒരാൾ ഫ്രഷ് ഔട്ട് ഓഫ് കോളേജ്, ഒരാൾ ഓൺലൈൻ ഡിഗ്രി വിത്ത് ദീസ് അഡീഷണൽ സ്കിൽസ്. ഇത് ഈ സംഗതി എന്തുകൊണ്ടാണ് ഏറ്റവും പവർഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈതർ ഓർ അല്ല. റെഗുലർ ക്യാമ്പസിലാണെങ്കിൽ അക്കാഡമിക്സ് മാത്രമാണ് പ്രൈമറി ഫോക്കസ്. ഓൺലൈൻ ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ എന്താ, it's a combination of both. It's a combination of your foundational skills, എന്നുവെച്ചാൽ അക്കാഡമിക് ഫൗണ്ടേഷൻ കൂടാതെ വർക്ക് റിലേറ്റഡ് സ്കിൽസും കൂടി ഉണ്ട്. ഇത്രയും കോമ്പറ്റീഷനുള്ള കാലത്ത് ഒരു നല്ലൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം who would he employ? All the very best to you. The future belongs to action takers. ഗ്രൗണ്ട് ഫ്ലോറിൽ കമൻറ്റ് സെക്ഷൻ ഉണ്ട്. കമൻറ്റ് സെക്ഷനിൽ പറയൂ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൈക്രോ ക്രെഡൻഷ്യൽസ് എന്തൊക്കെയാണെന്നുള്ളത്. ഐ ആം ബിൽഡിംഗ് എ കമ്മ്യൂണിറ്റി അറൗണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗും അനുബന്ധ മേഖലകളും താല്പര്യമുണ്ടെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദിസ് ചാനൽ. കുറച്ച് അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീസിൻ്റെയും അവർ ഓഫർ ചെയ്യുന്ന ഓൺലൈൻ കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇഫ് യു നീഡ് ഫർദർ അസിസ്റ്റൻസ് വിത്ത് ദോസ്, കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. അപ്പം സീ യു ഓൾ വെരി സൂൺ. ടേക്ക് കെയർ ആൻഡ് ബൈ.